സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഇന്നൊരു 3 കാർഡ് സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ കരിയറായിട്ടും ബിസിനസ് സംബന്ധമായിട്ടും നമുക്ക് പുതിയ അവസരങ്ങൾ ഉണ്ടാവുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്പ്രെഡാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് നമ്മുടെ സ്ട്രെങ്ത്ത്, രണ്ടാമത്തെ നമ്മുടെ വീക്ക്നെസ്, മൂന്നാമത്തെ അവസരങ്ങൾ. അപ്പോൾ ആദ്യത്തെ കാർഡ് നോക്കാം. ആദ്യത്തെ കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് എന്താണ്? ജഡ്ജ്മെൻറ്റ് എന്നുള്ള കാർഡാണ്. മേജർ ആർക്കാന കാർഡാണ്. യൂണിവേഴ്സൽ ഡിസിഷനാണ്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാനസാന്തരം ഉണ്ടാവുന്ന ഒരു കാർഡാണ്. കഴിഞ്ഞ കാലങ്ങളിലെ സഹനങ്ങൾക്ക് ശേഷം നമുക്ക് ഒരു ജീവിതത്തിൽ ക്ലാരിറ്റി വരുന്ന ഒരു സമയമാണ്. അതായത് ഒരു മാനസാന്തരം വരിക, ഒരു റീബർത്ത്, ഒരു പുതിയ ജീവിത ലക്ഷ്യത്തോടു കൂടി നമ്മുടെ സോൾ പർപ്പസ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ വരുന്നത്. നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഇൻറ്റ്യൂഷനെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു കാര്യങ്ങളിൽ ഒരു വ്യക്തത കിട്ടി ജീവിത ലക്ഷ്യത്തിന് മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സമയം. സ്പിരിച്വാലിറ്റിയിലൊക്കെ ആണെങ്കിൽ ജ്ഞാനോദയം ഉണ്ടാകുന്ന സമയം എന്ന് നമ്മൾ പറയും. അടുത്ത കാർഡ് എന്താണ്? നമ്മുടെ വീക്ക്നെസ് ജസ്റ്റിസ് എന്നാണ്. ജസ്റ്റിസ് പറഞ്ഞാൽ നീതി, ന്യായം, സത്യം, ഉത്തരവാദിത്വം. അതായത് കരിയറിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും നീതിയോടുകൂടി, ന്യായത്തോടുകൂടി, സത്യസന്ധതയോടുകൂടി, ഉത്തരവാദിത്തോടുകൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് പറഞ്ഞത്. ഇത് കർമ്മസിദ്ധാന്തത്തിൻ്റെ കാർഡാണല്ലോ. അപ്പോൾ ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകണം. അതവിടെ വീക്ക്നെസ്സായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സത്യസന്ധതയും നീതി, ന്യായം, ഉത്തരവാദിത്വം മുൻനിർത്തിക്കൊണ്ട് കരിയറിലും ബിസിനസ്സിലെയും കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ജസ്റ്റിസ് എന്നുള്ള കാർഡ്. അതും മേജർ ആർക്കാന കാർഡാണ്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് നമ്മുടെ അവസരങ്ങളാണ്. അവിടെ ക്യൂൻ ഓഫ് വൺസ് ആണ്. തീർച്ചയായിട്ടും ഒരു പുതിയ ബിസിനസ്സിൻ്റെ ഉടമ, അതല്ലെങ്കിൽ ഒരു കരിയറിൽ ലീഡർ സ്ഥാനം വഹിക്കുന്ന ഒരു ലേഡിയാണ്. അവർ ക്യൂവിൻ്റെ എനർജിയിൽ വന്ന് നിൽക്കുകയാണ്. അവർ ഫോക്കസ്ഡാണ്, കോൺഫിഡൻ്റാണ്, മറ്റുള്ളവരെ കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള പേഴ്സണലി സ്കിൽഫുള്ളായിട്ടുള്ള ഒരാളാണ്. അതിൽ കാണുന്ന ബ്ലാക്ക് കാറ്റ് അവരുടെ കരിയറിലെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സിലെ സക്സസ്സിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ അതായത് പുതിയ ഒരു ലക്ഷ്യത്തോടു കൂടി മാറ്റങ്ങൾ വരുത്തി, മാനസാന്തരം വന്ന് മാറ്റങ്ങൾ വരുത്തി സത്യസന്ധതയോടുകൂടി ഈ സംരംഭമാണെങ്കിലും കരിയറിലും കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലീഡസ്ഥാനത്തെത്തും, ക്യൂവിൻ്റെ എനർജിയിലെത്തും, തീർച്ചയായിട്ടും സക്സസ്ഫുള്ളാവും. ഇതൊരു ഗൈഡൻസാണ്. ഇതാണ് ടാരോയുടെ ഗൈഡൻസ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്താൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.